നമസ്കാരം. ഞാൻ വി പി ഉണ്ണിത്താൻ. രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തുവിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓരോ വീടുകളും നമ്മൾ എടുത്താൽ ആ ഓരോ വീട്ടിലെയും ജീവിത അവസ്ഥകൾ പലതരത്തിലായിരിക്കും. എന്നുവെച്ചാൽ ഒരു വീട്ടിലെ രോഗാവസ്ഥകൾ കൊണ്ട് മറ്റൊരു വീട്ടിൽ രോഗാവസ്ഥ ഇല്ല, വേറൊരു വീട്ടിൽ വേറൊരവസ്ഥയാണ്, അവിടെ നല്ല ഐശ്വര്യമുണ്ട്, സമ്പത്തുണ്ട്. അല്ലെങ്കിൽ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ചില വീടുകളിൽ തുടർച്ചയായി ഒരേപോലെ കാര്യം കാണുക. അത് നമുക്ക് ഇന്നൊരു ഒരു 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 കൗതുകകരമായതും എന്നാൽ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതുമായ ഒരു വിഷയമാണ് നമ്മൾ പറയുന്നത്. ചില വീടുകളിൽ നല്ല ഒരു ശതമാനം വീടുകളിലെ ആളുകൾക്കും രോഗാവസ്ഥ പിടിപെടുന്നത് കാലിലാണ്. അതെന്തുകൊണ്ടാണ്? അത് വാസ്തുവുമായി ബന്ധപ്പെട്ട് വല്ലതും ഉണ്ടോ? ഇതിങ്ങനെ പറയുമ്പോൾ ആളുകൾ പറയും കാലിൽ അസുഖം വരുന്നത് വാസ്തുவோട് ബന്ധമൊന്നുമില്ല. അന്നൊക്കെ അവർ പറഞ്ഞോട്ടെ. നിങ്ങൾ അനുഭവം കൊണ്ട് തിരിച്ചറിയുക, നിങ്ങളുടെ ജീവിതാനുഭവം എടുത്ത് നോക്കിയാൽ മതിയാവും. മറ്റുള്ളവർ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവർ അഭിപ്രായം പറയുന്നത് അവർക്ക് മറ്റു പലതും മറയ്ക്കാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ തുറന്ന മനസ്സോട് കേട്ട് ജീവിതാനുഭവം മാത്രം എടുത്ത് നിങ്ങൾ വിശ്വസിച്ചാൽ മതിയാവും. ഞാൻ ഇപ്പോൾ തന്നെ ഒരു ലക്ഷക്കണക്കിന് വീടുകളിൽ ഞാൻ വാസ്തു നോക്കാൻ പോയിട്ടുണ്ട്. ഈ പോയ വീടുകളിൽ ഒരു വലിയ ഭൂരിഭാഗം സ്ഥലത്തും ആളുകൾ ഈ വാസ്തു നോക്കി കഴിയുമ്പോൾ പറയാറുണ്ട്, ഇവിടെ ഈ വീട്ടിൽ താമസമായതിനു ശേഷം കാലിന് ഭയങ്കര അസുഖ, നട്ടലിന് ഭയങ്കര അസുഖ, നടുവിന് ഭയങ്കര അസുഖ, ഈ വെരിക്കോസ് കൊണ്ട് ഒരു രക്ഷയില്ല, ഇവിടെ താമസമായതിനു ശേഷമാണ് അത് എന്നവർ പറയും. അവരുടെ ആശങ്കയ്ക്ക് അവരുടെ ആശങ്ക വലിയ സത്യം തന്നെയാണെന്ന് അതിനെ തുറന്ന് പറയട്ടെ. ഞാൻ എത്തരം വീടുകളിലാണ്, ഏത് തരം വീടുകളിലാണ് ഇങ്ങനെ കാലുകളെ ബാധിക്കുന്ന, അസ്ഥികളെ ബാധിക്കുന്ന അസുഖമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ കഴിയും. രണ്ട് സ്ഥലങ്ങളിലെ വൈകല്യങ്ങൾ. തെക്ക് പടിഞ്ഞാറ് മൂല കന്നിമൂലയിലെ നിർമ്മാണ വൈകല്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കാലിനെ ബാധിക്കുന്ന അസുഖത്തിന് കാരണം. കന്നിമൂല സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ കാലിനെ ബാധിക്കുന്ന അസുഖങ്ങൾ ഉണ്ടാകുക തന്നെ ഇല്ല. കന്നിമൂല തുറന്നു കിടന്നാൽ, കന്നിമൂലയിലാണ് നിങ്ങളുടെ വീട്ടിലെ വഴി വന്നിരിക്കുന്നതെന്നിരിക്കട്ടെ, കന്നിമൂലയിലാണ് നിങ്ങളുടെ വീടിൻ്റെ വഴി വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് അസ്ഥിരോഗം ഉണ്ടായിരിക്കും, നിങ്ങളെ അസ്ഥിരോഗം പിടിപെടും. തെക്ക് പടിഞ്ഞാറ് തെക്കോട്ടായാലും പടിഞ്ഞാട്ടായാലും വഴി വന്നിട്ടുണ്ടോ, അഥവാ തെക്ക് പടിഞ്ഞാറ് പൂമുഖം വന്നിട്ടുണ്ടോ, തെക്ക് പടിഞ്ഞാറ് ഒരു കിണർ വന്നിട്ടുണ്ടോ, തെക്ക് പടിഞ്ഞാറ് വരാന്ത വന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാലിൽ രോഗങ്ങൾ ബാധിച്ചുകൊണ്ടേയിരിക്കും, അസ്ഥിരോഗങ്ങൾ ബാധിച്ചുകൊണ്ടേയിരിക്കും. പിന്നെയും ഞാനൊക്കെ ചില ആളുകളോട് തമാശയ്ക്ക് പറയാറുണ്ട്, തമാശയല്ല, അവർക്ക് ഒരു ചില കാര്യങ്ങൾ ചിലർക്ക് ബോധ്യപ്പെടണമെങ്കിൽ അങ്ങനെ സംസാരിച്ചേ പറ്റുള്ളൂ. അങ്ങനെ സംസാരിക്കാണ്ട് ഞാൻ അതിങ്ങനെയാണ്. തെക്ക് പടിഞ്ഞാറ് മൂല കന്നിമൂലയാണ്. കന്നി മുറിഞ്ഞാൽ, കന്നി കുഴിഞ്ഞാൽ, കന്നി കയറിയാൽ നിങ്ങളുടെ കാലിനെയാണ് ബാധിക്കുന്നത് ഞാൻ പറയാറുണ്ട്. പിന്നെയും ഞാൻ പറയാറുണ്ട്, കന്നി മുറിഞ്ഞാൽ, കന്നി കുഴിഞ്ഞാൽ കാല് മാത്രമല്ല, കാലിന് സമാനമാകും ജീവിതം. കാലം നല്ല ആണോ? അല്ലല്ലോ. കാലിന് സമാനമാകുന്ന ജീവിതമാകും അവിടെ. അസ്ഥിരോഗങ്ങൾ തുടർച്ചയായിട്ട് കാലിൻ്റെ വേദന, അസ്ഥിവേദന, ഈ നടുഭാഗത്ത് വേദന, അതുപോലെ തന്നെ കാലുകളിലെ നരമ്പുകളെ ബാധിക്കുന്ന രോഗങ്ങളെല്ലാം തരുന്നത് ഈ കന്നിമൂലയിലെ നിർമ്മാണ വൈകല്യങ്ങളാണ്. ഞാൻ മുമ്പ് പറഞ്ഞൊന്നും അവിടെ പാടില്ല. ഇനി ഇതേപോലെയാണ് ഈ കന്നിമൂല കുഴിഞ്ഞിട്ടില്ല,
കന്നിമൂല ബെഡ്റൂം വന്നിട്ടുണ്ട്, കന്നിമൂല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വഴിയില്ല, കുഴിയില്ല, ഒന്നുമില്ല, അവിടെ എല്ലാം ഓക്കെയാണ്, പിന്നെയും കാലുവേദനയാണ്. അപ്പോൾ നമുക്ക് പരിശോധിക്കാം എന്താ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയുടെ ഉയരം മറ്റ് 3 മൂലകളെക്കാൾ താന്ന് കിടക്കുകയാണെങ്കിലും കാലുകൾക്ക് രോഗം വരും, അസ്ഥിയെ ബാധിക്കും. ഇനി ഇതൊന്നുമില്ല, ഞങ്ങളുടെ കന്നിമൂലയാണ് ഏറ്റവും ഉയരം, അവിടെയാണ് വാട്ടർ ടാങ്ക് വെച്ചേക്കുന്നത്, അതുകൊണ്ട് വലിയ ഭാരം അവിടെ തന്നെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയാൽ മതി, അവിടെ ഒന്നും പ്രശ്നമില്ലെങ്കിൽ അസ്ഥിരോഗം ഗുരുതരമായിരിക്കത്തില്ല, മറിച്ച് വടക്ക് പടിഞ്ഞാറിലോട്ട് വരിക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വടക്ക് പടിഞ്ഞാറിലാണെങ്കിലും ഈ സാധ്യത വരും. തെക്ക് പടിഞ്ഞാറിൻ്റെ അത്രമല്ലെങ്കിൽ പോലും വടക്ക് പടിഞ്ഞാറിലും സിറ്റ് ഔട്ട്, കുഴി, വഴി, ഭാരക്കൂടുതൽ ഒക്കെ വന്നാലും അസ്ഥിരോഗങ്ങൾ വരും. അപ്പോൾ അസ്ഥി സംബന്ധമായ രോഗാവസ്ഥ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ അവസ്ഥ നോക്കുക. ഈ തെക്ക് പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറും ഭാഗങ്ങളിലെ അവസ്ഥകൾ പഠിച്ച് ആ അവസ്ഥകൾ നിങ്ങൾ മാറ്റിയാൽ അസ്ഥിരോഗങ്ങൾ മാറും. പിന്നെ വേറൊരു കാര്യം കൂടി ഉള്ളത്, ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ശാസ്ത്രയുഗമാണ്. നമ്മൾ ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിയിക്കാനാകുന്ന ശാസ്ത്രം. അപ്പോൾ ശാസ്ത്രയുഗത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ച് അനുഭവ സമ്പത്തിന് കൂടി പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ പറയുന്ന വിജ്ഞാനം നിങ്ങൾ അനുഭവത്തോടെ പരിശോധിക്കുന്ന ഒപ്പം തന്നെ നിങ്ങൾ അവിടെ നിങ്ങൾ ഈ പറയുന്ന ഈ രണ്ട് മൂലകളിലെയും നിർമ്മാണ വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പം ശാസ്ത്രം പറയാൻ കാര്യം എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ചാൽ മാറുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇപ്പം വരും. നമ്മുടെ കമൻ്റായിട്ട് ആൾക്കാർ വരും, കാലിന് വേദന വന്നാൽ മരുന്ന് കഴിച്ചാൽ മാറും എന്നൊക്കെ പറയും. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. നല്ല ഡോക്ടർമാർ നമുക്ക് ആയിരക്കണക്കിന് ഡോക്ടർമാരുണ്ട്, അവരുടെ മരുന്ന് കഴിച്ചാലൊക്കെ മാറും. പക്ഷേ ഈ അവസ്ഥ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. രോഗാവസ്ഥ മാറില്ല. മരുന്ന് കഴിച്ചാൽ അന്നേരം മാറും, പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. പറഞ്ഞു വരുന്നത്, തെക്ക് പടിഞ്ഞാറിലും വടക്ക് പടിഞ്ഞാറിലും വൈകല്യങ്ങൾ കടന്നാൽ വന്ന രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ചികിത്സ നടക്കും, പക്ഷേ രോഗം മാറില്ല. അപ്പോൾ ഈ മോശമായിരിക്കുന്ന അവസ്ഥകൾ നിങ്ങൾ നേരെയാക്കി തിരിച്ചു പൊക്കോളൂ, പൂർണ്ണമായും രോഗം മാറുകയും ചെയ്യും. ഡോക്ടറെ കണ്ടാൽ മാത്രം പോരാ. നമ്മുടെ വീട്ടിലെ വസ്തു സംബന്ധമായ ഈ ഭൂമി സംബന്ധമായ അവസ്ഥകൾ കൂടി മാറ്റണം. ഭൂമിയാണ് നമ്മൾ ഈ ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്ന കാലത്തോളം നമ്മളെ ഭരിക്കുന്നത്, നമ്മളെ തകർക്കുന്നത്, നമ്മളെ എടുത്തുയർത്തുന്നത്, നമുക്ക് ശക്തി പകരുന്നത് ഒക്കെ നമ്മുടെ ഭൂമിയാണ്. നമ്മുടെ ഭൂമിയുടെ അവസ്ഥകളാണ്, നമ്മുടെ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. നല്ല രീതിയിൽ നിർമ്മാണം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ കാലിലെ അസുഖം മാത്രമല്ല, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ നിർമ്മാണ വൈകല്യങ്ങൾ ആ വീടിൻ്റെ മൊത്ത ഉറപ്പിനെയാണ് ഇല്ലാതെയാക്കുക. തെക്ക് പടിഞ്ഞാറ് വളരെ ശക്തമായി സ്ട്രോങ് ആയി നിന്നിട്ടുണ്ടെങ്കിൽ ആ വീടെന്നും ശക്തമായിരിക്കും. അവരെ ഒരിക്കലും തകർക്കാൻ ഒരാളിനെ കൊണ്ടും കഴിയില്ല, ഒരു സ്ഥാപനത്തിനെ കൊണ്ടോ ഒരു വ്യക്തികളെ കൊണ്ടോ തകർക്കാൻ പറ്റില്ല. അവരെ എപ്പോഴും സ്വതന്ത്രമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവർക്ക് വരുമാനം കുറയില്ല, അവർക്ക് രോഗാവസ്ഥ ചെറിയ പനിയോ ചുമയോ ഒക്കെ അല്ലാതെ ഒരിക്കലും വലിയ രോഗാവസ്ഥകളൊന്നും വരില്ല. വളരെ ഐശ്വര്യപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഈ വിജ്ഞാനം കൂടെ നിങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ നിങ്ങളുടെ കാലുകൾ എപ്പോഴും ആരോഗ്യവത്തായിരിക്കട്ടെ. നമ്മളെ താങ്ങുന്ന നമ്മുടെ കാലുകളാണ്. കാല് രോഗത്തിന് കാരണം വാസ്തുവിൽ ഇതാണ് പറയാനുള്ളത്. തിരിച്ചറിയുക, അനുഭവം മാത്രം നോക്കി വിശ്വസിക്കുക. അടുത്തൊരു വീട്ടിൽ വരുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം.